പൾസിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ദിനചര്യയിൽ ആരോഗ്യ പരിപാലനത്തിനും ചികിത്സാ രീതികൾക്കുമുള്ള ഒരു വെളിച്ചമായി മാറുന്ന ഈ പരിപാടിയിൽ ഇന്നത്തെ ചർച്ച ന്യൂറോപ്പതി എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ്. ഇതിൻ്റെ ലക്ഷണങ്ങളും ചികിത്സയും അപകടങ്ങളും വിശദമായി ചർച്ച ചെയ്യാനായി നമ്മളോടൊപ്പം നാഡീരോഗ വിദഗ്ധയും ആരോഗ്യരംഗത്തെ പ്രമുഖ ഉപദേശകയുമായ ഡോക്ടർ ശ്രുതി ശശികുമാർ ചേരുന്നു. ന്യൂറോപ്പതിയെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുന്നതിന് മുന്നേ ആദ്യമായിട്ട് എനിക്ക് ഞരമ്പുകളെക്കുറിച്ച് അഥവാ നെർവ്സിനെ കുറിച്ച് രണ്ട് വാക്ക് പറയണം. ഞരമ്പുകൾ അഥവാ നെർവ്സ് എന്ന് പറയുന്നത് നമ്മളുടെ തലച്ചോറിൽ നിന്ന് നമ്മുടെ കാൽപാദം വരെ അറ്റാച്ച്മെൻറ്റ് കൊടുക്കുന്ന സഞ്ചരിക്കുന്ന നീണ്ട നൂലുകൾ പോലത്തെ വസ്തുക്കളാണ്. ഇത് ഞരമ്പുകൾ എന്ന് പറയുമ്പോൾ രക്തക്കുഴലുകളല്ല. രക്തക്കുഴലുകൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ കാലിലേക്ക് രക്തം കൊണ്ടുപോകുന്ന അവയവങ്ങളാണ് രക്തക്കുഴലുകൾ. ഞരമ്പുകൾ എന്ന് പറയുന്നത് ഒരു വയറിംഗ് പോലെയാണ്. അത് നമ്മുടെ തലച്ചോറിൽ വരുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസസ് നമ്മുടെ കാല് വരെ എത്തിക്കാൻ സഹായിക്കുന്ന വസ്തുവാണ്. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് അഥവാ കറണ്ട് അല്ലെങ്കിൽ നെർവ് ഇമ്പൾസസിൻ്റെ വ്യതിയാനങ്ങൾ വരുമ്പോഴാണ് ഒരു രോഗിക്ക് ന്യൂറോപ്പതി വരുന്നത്. ന്യൂറോപ്പതിയെക്കുറിച്ച് പറയുമ്പോൾ ന്യൂറോപ്പതിയുടെ ലോകലക്ഷണങ്ങൾ നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ മരവിപ്പ്, തരിപ്പ്, വേദന അല്ലെങ്കിൽ കഴപ്പ് എന്നിവയാവാം. അപ്പോൾ ഈ ന്യൂറോപ്പതിയെക്കുറിച്ച് പറയുമ്പോൾ ഏത് തരം ഞരമ്പുകളാണ് ഡാമേജ് വരുന്നത് അല്ലെങ്കിൽ ഏത് ഞരമ്പിനാണ് ക്ഷതം വരുന്നത് അതനുസരിച്ചിരിക്കും ഒരു രോഗിയുടെ രോഗലക്ഷണങ്ങൾ. ഇപ്പോൾ സെൻസേഷൻ്റെ നെർവ്സ് അഥവാ സെൻസറി നെർവ്സിന് ഡാമേജ് വരുമ്പോൾ പലപ്പോഴും അതിൻ്റെ അകത്ത് വരുന്ന കറണ്ടിൻ്റെ വ്യതിയാനം കൂടുമ്പോൾ ഒരു രോഗിക്ക് പുകച്ചിൽ അല്ലെങ്കിൽ തരിപ്പ് അനുഭവപ്പെടും. അഥവാ അതേസമയം തന്നെ അതിൻ്റെ അകത്തുള്ള കറണ്ടിൻ്റെ അളവ് കുറയുമ്പോൾ മരവിപ്പാണ് വരുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് കറണ്ടിൻ്റെ അളവ് മാംസത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ മസിലിലേക്ക് കറണ്ട് പോകുന്നില്ലെങ്കിൽ ഒരു ബലക്ഷയം ആണ് കാണപ്പെടുന്നത്. ന്യൂറോപ്പതി പലതരത്തിലുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ന്യൂറോപ്പതി ഉണ്ടാവുന്നത്? ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മളുടെ ഒന്നില്ലെങ്കിൽ സ്പർശനത്തിൻ്റെ ഞരമ്പിന് വരുന്ന ക്ഷതം കൊണ്ട് ന്യൂറോപ്പതി വരാം, അല്ല നമ്മളുടെ കൈകാല് ചലപ്പിക്കുന്ന ഞരമ്പുകൾക്ക് ക്ഷതം വരുമ്പോഴും ന്യൂറോപ്പതി വരാം. സ്പർശനത്തിൻ്റെ ഞരമ്പുകളും വരുന്ന ന്യൂറോപ്പതി രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ലാർജ് ഫൈബർ ന്യൂറോപ്പതിയും സ്മോൾ ഫൈബർ ന്യൂറോപ്പതി എന്ന് വെച്ചാൽ വലിയ ഞരമ്പ് ഫൈബറും ചെറിയ ഞരമ്പ് ഫൈബറും. വലിയ ഞരമ്പ് ഫൈബറിന് ക്ഷതം വരുമ്പോൾ നമ്മളുടെ കാലുകൾ എവിടെയാണ് നമ്മൾ നിലത്ത് വയ്ക്കുന്നത് അതിൻ്റെ സെൻസേഷനാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അങ്ങനത്തെ രോഗികൾക്ക് ബാലൻസിന് ബുദ്ധിമുട്ട് വരും. അവർ നടന്നു പോകുമ്പോൾ അവരുടെ സർഫസിൽ കല്ലോ മണ്ണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ബാലൻസ് തെറ്റി താഴെ വീഴാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിനെ തുടർന്ന് പരിക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇതേ സമയം ചെറിയ ഫൈബേഴ്സിൻ്റെ അല്ലെങ്കിൽ സ്മോൾ ഫൈബർ ന്യൂറോപ്പതി ആണെങ്കിൽ കാലിന് കൂടുതൽ പുകച്ചിൽ, തരിപ്പ്, രാത്രി കിടക്കുമ്പോൾ അസഹനീയമായ വേദന, പലപ്പോഴും ഫാനിൻ്റെ കാറ്റ് കൊണ്ടാൽ പോലും കാല് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് രോഗികൾ വരാറുണ്ട്. ഇനി ഇതിൻ്റെ കാരണങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മളുടെ സമൂഹത്തിൽ കാണപ്പെടുന്നത് കാരണം എന്ന് പറയുന്നത് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയും. ഡയബറ്റിസ് ഇല്ലാത്തവർക്കും ന്യൂറോപ്പതി വരാം. അതിനും അനേക കാരണങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ പറയുകയാണെങ്കിൽ ഒന്ന് ടോക്സിക് ന്യൂറോപ്പതി, കൂടുതലായിട്ട് അമിതമായിട്ടുള്ള മദ്യപാനം, പുകവലി, ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിനെ തുടർന്ന് ന്യൂറോപ്പതി വരാം. പിന്നെ ഈ നമ്മളുടെ രോഗപ്രതിരോധം തന്നെ നമ്മളുടെ അവയവങ്ങളെ നശിപ്പിക്കുന്ന ഒരു കണ്ടീഷൻ അഥവാ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് തുടർന്ന് ന്യൂറോപ്പതി വരാം. പിന്നെ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, ലിവർ സംബന്ധമായ ക്രോണിക് രോഗങ്ങളൊക്കെ ഉള്ളവർക്കും ന്യൂറോപ്പതി കാണപ്പെടാറുണ്ട് നമ്മുടെ സമൂഹത്തിൽ. പക്ഷേ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഡയബറ്റിക് ന്യൂറോപ്പതിയാണ്. അപ്പോൾ ഡയബറ്റിക് ന്യൂറോപ്പതിയെക്കുറിച്ച് ഞാൻ കൂടുതൽ ഇപ്പോൾ വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നു. ഡയബറ്റിക് ന്യൂറോപ്പതിയെക്കുറിച്ച് പറയുമ്പോൾ പലരും പറയും, എനിക്കിപ്പോൾ 1-2 വർഷമായിട്ടേ ഡയബറ്റീസ് ഉള്ളൂ ഡോക്ടർ, എന്നാലും എനിക്ക് എങ്ങനെ ന്യൂറോപ്പതി വന്നത്? അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഡയബറ്റീസിൻ്റെ ഡ്യൂറേഷനോ അല്ലെങ്കിൽ ഒരു 10 വർഷം ഡയബറ്റീസ് ഉള്ളവർക്കേ ന്യൂറോപ്പതി വരുള്ളൂ എന്നില്ല. ഡയബറ്റീസിൻ്റെ അകത്ത് ന്യൂറോപ്പതി വരാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് വെച്ചാൽ ഡയബറ്റിക്കിൻ്റെ കൺട്രോളിൻ്റെ മോശമായിട്ടുള്ള ബ്ലഡ് ഷുഗർ കൺട്രോൾ, അതാണ് ന്യൂറോപ്പതിയുടെ പ്രധാന കാരണം. അപ്പോൾ മോശമായിട്ടുള്ള ബ്ലഡ് ഷുഗർ കൺട്രോൾ ഒന്നില്ലെങ്കിൽ കൂടുതൽ സമയം പേഷ്യൻ്റ് ഹൈ ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ വളരെ അധികം രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടി നിൽക്കുക, അല്ലെങ്കിൽ രക്തത്തിൽ വീണ്ടും ഷുഗറിൻ്റെ അളവ് കുറഞ്ഞു പോകുന്ന അവസ്ഥയിലും ന്യൂറോപ്പതി അല്ലെങ്കിൽ ഞരമ്പുകൾക്ക് ക്ഷതവ് വരാം.
അപ്പോൾ ഡയബറ്റീസിൻ്റെ അകത്ത് ന്യൂറോപ്പതി വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്ന് വെച്ചാൽ ഡയബറ്റീസിൻ്റെ അകത്ത് ഈ ഞരമ്പിനും രക്തത്തിൻ്റെ ആവശ്യമുണ്ട്, ഓക്സിജൻ്റെ സപ്ലൈയുടെ ആവശ്യമുണ്ട്. അപ്പോൾ പലപ്പോഴും ഡയബറ്റീസിൻ്റെ അകത്ത് രക്തക്കുഴലിൽ കൂടെ ഞരമ്പിന് വരുന്ന ഓക്സിജൻ്റെ അളവ് കുറഞ്ഞ് ഞരമ്പിന് ക്ഷതവ് വരാം. പിന്നെ ഡയബറ്റീസിൻ്റെ അകത്ത് അവിടെ ഇവിടെ ശരീരത്തിൽ നീര് കൊണ്ടാലും ഈ ഞരമ്പിന് ക്ഷതവ് വന്ന് ന്യൂറോപ്പതി വരാം. അപ്പോൾ ന്യൂറോപ്പതിയുടെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഒരു ഡയബറ്റീസിൻ്റെ കൺട്രോളിൻ്റെ ലെവൽ എന്ന് വെച്ചാൽ പലപ്പോഴും രോഗികൾ നോക്കാറുണ്ട് അവരുടെ ഫാസ്റ്റിംഗ് ഷുഗർ, അവരുടെ 3 മാസത്തെ ഷുഗറിൻ്റെ കണക്ക്, HbA1c എന്നിവ ബ്ലഡിൽ ടെസ്റ്റ് ചെയ്ത് നോക്കി അവർക്ക് അവരുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷേ ഇതിൻ്റെ കൺട്രോൾ മോശമാവുന്നതിനെ തുടർന്നാണ് ആൾക്ക് ഞരമ്പിന് ക്ഷതം വരുന്നതും ഡയബറ്റിക് ന്യൂറോപ്പതി വരുന്നതും. എന്തൊക്കെ പരിശോധനകൾ കൊണ്ടാണ് ന്യൂറോപ്പതി നമ്മൾ കണ്ടുപിടിക്കുന്നത്? ന്യൂറോപ്പതി സ്ഥിരീകരിക്കാൻ അനേകം ടെസ്റ്റുകളുണ്ട്. അതിൻ്റെ അകത്ത് ആദ്യം നമുക്ക് സാധാരണമായിട്ട് ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റുകളെ കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ ഡയബറ്റിക് ന്യൂറോപ്പതി ആണെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഡയബറ്റീസിൻ്റെ ലെവൽ നോക്കുക. പ്രത്യേകമായിട്ട് HbA1c എന്ന് പറയുന്ന ലെവലാണ് എനിക്ക് എടുത്തു പറയാൻ താല്പര്യമുള്ളത്. HbA1c എന്ന് പറയുന്നത് 3 മാസത്തെ ഒരു ഷുഗറിൻ്റെ ലെവലാണ്. അപ്പോൾ പലപ്പോഴും HbA1c ഹൈ ആയിട്ടുള്ളവർക്ക് കുറച്ച് നാളത്തേക്ക് അവർക്ക് HbA1c വെരി ഹൈ ലെവലിലായിരിക്കും, ഒരു 10-12. നോർമൽ HbA1c എന്ന് പറയുന്നത് 6.5% താഴെ ആയിരിക്കും. പക്ഷേ ചില കേസിൽ അവർക്ക് 8, 9, 10 എന്നുള്ള ലെവലിൽ വരെയൊക്കെ അത് പൊങ്ങാം. എന്നിട്ട് അവർ 3 മാസത്തിനകം തന്നെ പെട്ടെന്ന് 6 ആയിട്ട് അവർ ചില അവസ്ഥയിൽ അവർ നല്ല ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്ത് ഒരുപാട് മരുന്നെടുത്ത് ചിലവർ ഇൻസുലിൻ വരെ ഉപയോഗിച്ച് പെട്ടെന്ന് അവർ HbA1c ലെവൽ കുറച്ചെന്ന് വരാം. പക്ഷേ ഇതും ഡയബറ്റിക് ന്യൂറോപ്പതി ഉണ്ടാക്കാനുള്ള ഒരു കാരണം ആണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ടും ബ്ലഡിൽ ഡയബറ്റീസ് ഉള്ളവർക്ക് നോക്കേണ്ടത് HbA1c ലെവലും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും പോസ്റ്റ് പ്രാൻഡിയൽ എന്ന് പറഞ്ഞാൽ ആഹാരം കഴിച്ചിട്ട് 2.5 മണിക്കൂറുള്ള ബ്ലഡ് ഷുഗറുമാണ് നോക്കേണ്ടത്. ഇനി അഥവാ ഡയബറ്റിക്സ് ഇല്ലാത്തവർക്ക് കുറച്ച് പ്രത്യേക ടെസ്റ്റുകളുണ്ട്. വൈറ്റമിൻസിൻ്റെ അളവുകൾ, വിറ്റമിൻ D, വിറ്റമിൻ B12, പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ പല മാർക്കേഴ്സ്, ANA, RA ഫാക്ടർ തുടങ്ങിയ മാർക്കേഴ്സും ഒക്കെ നോക്കണം. ഇനി നമ്മൾ ചെയ്യുന്ന ചില പ്രത്യേക ടെസ്റ്റുകളുണ്ട് ന്യൂറോപ്പതി ഉണ്ടെന്ന് പറയാൻ വേണ്ടി അന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ചില പ്രത്യേക ടെസ്റ്റുകളുണ്ട്. അതിലൊന്നാണ് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി അഥവാ NCV. ഇത് ഒരു ഞരമ്പിൽ കൂടെ ഉള്ള ഇമ്പൾസ് വരുന്നത് പ്രത്യേക കറണ്ട് പോലെയാണല്ലോ. അപ്പോൾ ആ കറണ്ടിൻ്റെ വേഗത അളക്കാൻ വേണ്ടിയുള്ള ടെസ്റ്റാണ് NCV എന്ന് പറയുന്നത്. NCVയുടെ അകത്ത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു OP ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ്. അതിൻ്റെ അകത്ത് പേഷ്യൻറ്റ് പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷനോ ഫാസ്റ്റിങ്ങോ ഒന്നും ആവശ്യമില്ല. ഒരു അരമണിക്കൂറിനകം ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഒരു പേഷ്യൻറ്റ് ന്യൂറോപ്പതി ഉണ്ടോ ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ 2 ഇലക്ട്രോഡ്സിൻ്റെ സഹായത്താലാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ആദ്യം നമ്മുടെ കൈയിൻ്റെ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് 2 ഇലക്ട്രോഡ് 2 അറ്റത്തും സ്ഥാപിക്കും. എന്നിട്ട് ഒരു കറണ്ട് ഒരറ്റത്ത് നിന്ന് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഈ കറണ്ട് മറ്റേ അറ്റത്ത് എത്തുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് എന്ന് നോക്കും. എന്നിട്ട് എത്ര വേഗതയിൽ ഈ കറണ്ട് എത്തിയെന്നും കൂടെ നമുക്ക് അളക്കാൻ പറ്റും. അപ്പോൾ അത് ചെയ്ത് കൊണ്ട് നമുക്ക് ആ ഞരമ്പിൻ്റെ ട്രാക്കിൽ അല്ലെങ്കിൽ ആ നൂല് പോലെയുള്ള സ്ട്രക്ചറിൽ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടോയെന്നോ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് തേയ്മാനം ഉണ്ടെന്നോ അല്ലെങ്കിൽ രക്തയോട്ടം പോയിന്നോ ഒക്കെ നമുക്ക് ഈ ടെസ്റ്റിങ്ങിൽ എളുപ്പം അറിയാൻ പറ്റും. പിന്നെ ഞാൻ മുന്നേ സൂചിപ്പിച്ച പോലെ 2 തരം ഫൈബേഴ്സ് ഉണ്ടല്ലോ, ലാർജ് ഫൈബറും സ്മോൾ ഫൈബറും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതിലാണ് ഡാമേജ് വന്നിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അതിൻ്റേതായ പ്രത്യേക ടെസ്റ്റ് ഉണ്ട്. ലാർജ് ഫൈബറിൻ്റെ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ബയോതീഷ്യോമെട്രി ആണ് ഞങ്ങൾ ചെയ്യുന്നത്. ബയോതീഷ്യോമെട്രി എന്ന് വെച്ചാൽ കാലിൻ്റെ അടിയിലുള്ള സ്പർശനത്തിനെ നോക്കുന്ന ടെസ്റ്റാണ്. പിന്നെ സ്മോൾ ഫൈബറിന് നമ്മൾ തെർമോ സ്കാനിങ്ങും ചെയ്യും. പിന്നെ ഇതിനൊക്കെ ഉപരി നമ്മൾ ഈ കാലിലേക്കുള്ള രക്തയോട്ടം നിലയ്ക്കുമ്പോഴാണ് ന്യൂറോപ്പതിയുടെ ഏറ്റവും വലിയതായിട്ട് അതിന് ക്ഷതവ് വരുന്നത്, ഞരമ്പുകൾക്ക് ക്ഷതവ് വരുന്നത്. അപ്പോൾ ഈ രക്തയോട്ടം നോക്കാൻ ഓട്ടോമേറ്റഡ് ഡോപ്ലർ സ്കാനിങ്ങും ചെയ്യേണ്ടതാണ് പേഷ്യൻസിന്. ന്യൂറോപ്പതി ഉള്ളവർക്കും പലപ്പോഴും നമ്മൾ കൈകാൽ പുകച്ചിൽ, തരിപ്പ് ഇതിൽ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ. പക്ഷേ ഈ രോഗികൾക്ക് പലപ്പോഴും തലകറക്കവും വെർട്ടൈഗോ, കണ്ണിലൊരു നിമിഷ നേരത്തേക്ക് ഇരുട്ട് കയറുന്ന പോലെ, തലച്ചോറിലേക്ക് രക്തയോട്ടം ഇല്ലാത്ത പോലെ, അവരുടെ ഹൃദയടിപ്പിൻ്റെ വേഗത കൂടുന്ന പോലെ കുറയുന്ന പോലെയൊക്കെ അനുഭവപ്പെടാറുണ്ട് അവർക്ക്. ഇതിൻ്റെ കാരണം യൂഷ്വലി ഇൻറ്റേർണൽ ആയിട്ടുള്ള ഞരമ്പുകളുടെ ഡാമേജ് ആണ്. എന്ന് വെച്ചാൽ ഓട്ടോണോമിക് ന്യൂറോപ്പതി. അതും ഡയബറ്റിക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് വളരെ കോമൺ ആയിട്ട് കാണപ്പെടാറുണ്ട്. എന്നാൽ ആരും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠനങ്ങൾ ചെയ്യാറില്ല. അവരൊരു MRI സ്കാനോ അല്ലെങ്കിൽ ഒരു എക്കോ സ്കാനോ ചെയ്ത് അതെല്ലാം നോർമലായിരിക്കും ഇങ്ങനത്തെ രോഗികൾക്ക്. പക്ഷേ എന്നാലും അവർ ഈ തലകറക്കം മൂലം അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട് ഒരു ഡേ ടു ഡേ ബേസിസിൽ. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമുക്ക് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ടെസ്റ്റിങ്ങും
ടിൽറ്റ് ടേബിൾ ടെസ്റ്റിങ്ങും ഒക്കെ ചെയ്ത് അവർക്ക് ഈ രോഗം ഉണ്ടോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റും. അതിന് വേണ്ടതായ ചികിത്സയും നമുക്ക് കൊടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള രോഗികൾക്ക് എന്തൊക്കെ ചികിത്സാ രീതികളാണ് ഡോക്ടർ ചെയ്യാറുള്ളത്? മുൻകാലങ്ങളിൽ ന്യൂറോപ്പതിക്ക് ആകെ കുറച്ച് വൈറ്റമിൻസ് പോലത്തെ ഡ്രഗ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അനേകതരം ചികിത്സാ രീതികളുണ്ട്. ന്യൂറോ ഫിസിയോതെറാപ്പി, എക്സസൈസ് ഉൾപ്പെടെ പലതരം ചികിത്സാ രീതികൾ നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഡ്രഗ്സിൽ തന്നെ പല പുതിയ തരം മരുന്നുകൾ ലഭ്യമാണ് മാർക്കറ്റിൽ. ഇതിൻ്റെ ഈ വേദനയും പുകച്ചിലും ഒക്കെ കുറയ്ക്കുന്ന തരം മരുന്നുകളും പിന്നെ ഞരമ്പിൻ്റെ റീഗ്രോത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകളും ഉണ്ട്. മരുന്നല്ലാതെ നമ്മൾ ആധുനികമായിട്ടുള്ള ടെക്നോളജി നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ചില മെഷീൻസിൻ്റെ സഹായത്താൽ ഈ ഞരമ്പിൻ്റെ പ്രവർത്തനക്ഷമത കൂട്ടാനും കാലിലേക്കുള്ള ഈ നിലച്ചുപോയ രക്തയോട്ടം കൂട്ടാനും ഉള്ള പ്രത്യേക മെഷീൻ ഉപയോഗിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതല്ലാതെ പ്രത്യേക ഈ ഞരമ്പിൻ്റെ ഡാമേജ് വന്നത്, അല്ലെങ്കിൽ പല കേസിലും ഈ ഞരമ്പിൻ്റെ ഡാമേജ് വന്നിരിക്കുന്ന ഞരമ്പിൻ്റെ ബ്ലോക്കുകൾ കൊണ്ടാണ്. എന്ന് വെച്ചാൽ സ്ത്രീകളിൽ കാണുന്ന കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നുള്ള ഒരു രോഗലക്ഷണമുണ്ട്. അവർക്ക് കൈയിൻ്റെ അറ്റത്ത് മാത്രം, ഈ വിരലുകൾക്ക് മാത്രമേ അവർക്ക് പുകച്ചിലും തരിപ്പും അനുഭവപ്പെടാറുള്ളൂ. അതും കൂടുതൽ രാത്രി സമയങ്ങളിൽ ഒരു മിഡിൽ ഏജ്, ഒരു 35 തൊട്ട് 55 വയസ്സിനിടയിലുള്ള സ്ത്രീകൾക്ക് അനുഭവപ്പെടുന്ന ഒരു തരം രോഗമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. അപ്പോൾ ഇങ്ങനത്തെ കേസുകളിൽ ഒരു പ്രത്യേക ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഹൈഡ്രോ ഡയലറ്റേഷൻ തെറാപ്പി അണ്ടർ അൾട്രാസൗണ്ട് ഗൈഡൻസ്, അത് ഒന്നുമില്ല, അതൊരു OP ബേസിസിൽ നമ്മൾ ഈ ഞരമ്പ് പോകുന്ന പാത്വേയെ ഇഞ്ചക്ഷൻ്റെ സഹായത്താൽ റിലീസ് ചെയ്യുന്ന തരം ട്രീറ്റ്മെൻറ്റ്സും ഞങ്ങൾ ഓഫർ ചെയ്യാറുണ്ട്. ഇപ്പോൾ ന്യൂറോപ്പതിക്ക് അവൈലബിൾ ആണ്. കാലുകളിലുള്ള ഞരമ്പുകളെയും രക്തയോട്ടത്തിനെയും കൂട്ടാനും ഉള്ള റീജനറേറ്റീവ് ഇഞ്ചക്ഷൻസ് അവൈലബിൾ ആണ്. ന്യൂറോപ്പതി ഉള്ള ഒരു പേഷ്യൻ്റ് എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതശൈലിയിൽ വരുത്തേണ്ടത്? ന്യൂറോപ്പതി ഉള്ള രോഗികൾ ഏറ്റവും പ്രധാനമായിട്ടും അവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സസൈസുകളാണ്. എക്സസൈസ് നിർബന്ധിതമായിട്ട് ചെയ്യണം. അതും എക്സസൈസ് പ്രത്യേക തരം എവിടെയാണോ ന്യൂറോപ്പതി ഉള്ള ആ ഞരമ്പുകളെ ബലപ്പെടുത്താനുള്ള തരം പ്രത്യേക എക്സസൈസ് തന്നെ ചെയ്താലേ അവർക്ക് അതിൻ്റെ ആ ഒരു രോഗാവസ്ഥയിൽ നിന്ന് അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുള്ളൂ. പലരും പറയും ഞാൻ വന്ന് നടക്കുന്നുണ്ട്, വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്, എന്നാൽ അവർക്ക് ക്ഷതമുള്ള ഞരമ്പുകളെ അവർ എക്സസൈസ് ചെയ്യാതെ മറ്റു ഞരമ്പുകളെ എക്സസൈസ് ചെയ്തിട്ട് അവർക്ക് പ്രയോജനമൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് അതിനായിട്ടുള്ള പ്രത്യേക എക്സസൈസ് അവർ പഠിക്കേണ്ടിയിരിക്കുന്നു. അതും ഓരോ വ്യക്തിയുടെ കേപ്പബിലിറ്റി അനുസരിച്ച്, അഥവാ അവരുടെ എത്രമാത്രം ഡാമേജ് അവരുടെ ഞരമ്പുകൾക്കുണ്ട് അതനുസരിച്ച് വേണം അവർക്ക് ഉള്ള പ്രത്യേക എക്സസൈസിൻ്റെ ഒരു ഷെഡ്യൂൾ നിർണ്ണയിക്കാനും. അത് അവർ കൃത്യമായിട്ട്, ചിലവർക്ക് 2 നേരം ഒരു ദിവസം എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമായിരിക്കുന്നുണ്ട്. എക്സസൈസ് അല്ലാതെ ഡയറ്റ് കൂടുതൽ ഫോളോ ചെയ്യേണ്ടത് ബ്ലഡ് ഷുഗർ കൺട്രോളും അല്ലെങ്കിൽ വിറ്റമിൻസിൻ്റെ അളവുകൾ കുറവുള്ളവർക്കും പ്രത്യേക വിറ്റമിൻ സപ്ലിമെൻ്റ് ഉള്ള ഫുഡുകൾ എടുക്കണം. പിന്നെ ബ്ലഡ് ഷുഗറിൻ്റെ അളവ് കൂടുതലുള്ളവർ മധുരം ഒക്കെ അവോയ്ഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ ന്യൂറോപ്പതി ഉള്ള രോഗികൾക്ക് പലപ്പോഴും അവരുടെ കാലിൻ്റെ അടിയിലുള്ള സ്പർശനം കുറയുന്നതിനെ തുടർന്ന് അവർക്ക് കാലിൻ്റെ അടിയിൽ വ്രണങ്ങൾ അല്ലെങ്കിൽ കാലിൻ്റെ അടിയിൽ ആണി അഥവാ കാലസ് ഡെവലപ്പ് ചെയ്യാൻ ഒരു കാരണമാവുന്നുണ്ട്. അവർക്ക് കാലിൻ്റെ അടിയിൽ ഒരു പരിക്ക് പറ്റിയാൽ അവർ അത് ശ്രദ്ധിക്കാറില്ല. കാരണം അവരുടെ ഞരമ്പ് പ്രവർത്തനം ഇല്ലാത്തതുകൊണ്ട്, അവർക്ക് സ്പർശനം ഇല്ലാത്തവരുണ്ട്, അവർക്ക് ആ വേദന അറിയാണ്ട് പോകും. അപ്പോൾ ഈ പരിക്ക് വന്നത് അല്ലെങ്കിൽ ഈ മുറിവ് അത് വലുതായി ഒരു വ്രണമായി മാറാൻ സാധ്യതയുണ്ട്. ഇത് വരുന്നതെന്ന് വെച്ചാൽ കാലിൽ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഞരമ്പിൻ്റെ പ്രവർത്തനം കുറയുന്നത് കൊണ്ടും രക്തയോട്ടം നിലയ്ക്കുന്നത് കൊണ്ടും ഈ വ്രണം ഉണങ്ങിപ്പോവാനും താമസിക്കും. അപ്പോൾ ഒരു രോഗിക്ക് അവരുടെ നിലയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാത്രി വന്ന് അവരുടെ കാലിൻ്റെ അടിയിൽ ഇൻസ്പെക്ട് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ സ്വയം ഒരു കണ്ണാടി വെച്ച് അത് നോക്കണം. കാലിൻ്റെ അടിയിൽ എന്തെങ്കിലും വ്രണമോ മുറിവോ ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ ഈ മുറിവും വ്രണവും വരാനൊരു കാരണം എന്ന് വെച്ചാൽ ഈ സെൻസേഷൻ ഇല്ലാത്തവർക്ക് അവരുടെ കാലിലെ പ്രഷർ പോയിൻറ്റ്സ്, അഥവാ അവർ നടന്നു പോകുമ്പോൾ കാലിൻ്റെ ഒരു സൈഡിൽ കൂടുതൽ പ്രഷർ കൊടുക്കുകയും ഒരു സൈഡിൽ പ്രഷർ കുറവ് കൊടുക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് ഈ വ്രണം ആ ഒരു വശത്ത് മാത്രം വരുന്നത്. അപ്പോൾ ഈ കാലിൻ്റെ പ്രഷർ പോയിൻറ്റ്സ് അനുസരിച്ചിട്ടുള്ള പ്രത്യേക ഫുട്വെയർ അവർ ഇടേണ്ട ആവശ്യമായിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പ്രഷർ പോയിൻറ്റ്സ് മോണിറ്റർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രത്യേക ഡിവൈസാണ് പോഡിയ സ്കാൻ. പോഡിയ സ്കാൻ ചെയ്ത് നമുക്ക് ആ വ്യക്തിയുടെ കാലിൻ്റെ പ്രഷർ പോയിൻറ്റ്സ് നിർണ്ണയിച്ച് അവർക്ക് പ്രത്യേക ഫുട്വെയർ ഡിസൈൻ ചെയ്ത് കൊടുക്കാനും പറ്റും. ഇതൊക്കെയാണ് ഒരു രോഗി ചെയ്യേണ്ട, അവരുടെ ജീവിതശൈലിയിൽ ചെയ്യേണ്ട മാറ്റങ്ങൾ.
ഇന്നത്തെ പൾസ് ആരോഗ്യപരമായ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ സവിശേഷമായ പ്രാധാന്യം നൽകുന്നു. ചെസ്റ്റ് പെയിൻ, അതിൻ്റെ കാരണങ്ങളും ചികിത്സാ മാർഗങ്ങളും മനസ്സിലാക്കാൻ ഡോക്ടർ ജീൻ CP നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നു. നമ്മൾ അറിയാതെ നമ്മെ ബാധിക്കാവുന്ന ഈ രോഗത്തെ സംബന്ധിച്ച് കൂടുതൽ മനസ്സിലാക്കാം. ഞാൻ ഡോക്ടർ ജീൻ CP, ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ്, ശങ്കേഴ്സ് ഹോസ്പിറ്റൽ, കൊല്ലം. എന്താണ് നെഞ്ചുവേദന? നെഞ്ചുവേദന ഏത് തരം നെഞ്ചുവേദനയാണ് നമ്മൾ ഭയക്കേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് വേണ്ടത്? പലപ്പോഴും നെഞ്ചുവേദന ഗ്യാസാണെന്നോ അല്ലെങ്കിൽ ഒരു നെഞ്ചെരിച്ചിലാണെന്നോ എന്നും പറഞ്ഞ് പല പേഷ്യൻസും വളരെ വൈകിട്ടാണ് ഞങ്ങളുടെ അടുത്തേക്ക് വരാറുള്ളത്. 1-2 ദിവസം കഴിഞ്ഞിട്ട് വരുന്ന നെഞ്ചുവേദന കഴിഞ്ഞ് അറ്റാക്കായി 1-2 ദിവസം കഴിഞ്ഞ് വരുന്ന പല പേഷ്യൻസും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നെഞ്ചുവേദന എന്ന് പറയുന്നത് നെഞ്ചത്തിൻ്റെ നടുഭാഗത്ത് സ്റ്റെർണം, അതായത് ഇവിടുത്തെ എല്ല്, ആ എല്ലിൻ്റെ താഴത്തായിട്ട് തോന്നുന്ന ഒരു ഭാരം പോലെയുള്ള ഒരു വേദനയെയാണ് നമ്മൾ നെഞ്ചുവേദന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ വേദന വരുന്ന സമയത്ത് ഇടത്ത് കൈയിലെ ഈ ഭാഗത്തേക്ക് വേദന വരികയും വളരെ കുറച്ച് ശതമാനം പേർക്ക് അത് റൈറ്റ് സൈഡിലേക്കും വേദന തോന്നുകയും ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ താടിയെല്ലിൻ്റെ ഈ ഭാഗത്തേക്ക് വേദന വരിക, പല്ലുമ്മേൽ വേദന വരിക, അല്ലെങ്കിൽ പിന്നിലേക്ക് ഈ വേദനയോടൊപ്പം തന്നെ പിന്നിലേക്ക് വേദന വരിക. ഏറ്റവും ശ്രദ്ധിക്കാനുള്ള കാര്യം, നമുക്ക് ഈ വേദന വരുന്നത് പലപ്പോഴും ഭാരമായിട്ടാണ് തോന്നുന്നത്. എന്തോ ഒരു 5-10 കിലോ നമ്മൾ നെഞ്ചത്ത് കയറ്റി വെച്ച പോലെ തോന്നും. ഇങ്ങനത്തെ എന്തെങ്കിലും വരുവാണെങ്കിൽ അമാദിക്കാതെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു ECG മിനിമം എടുത്ത് ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പറയുന്ന പോലെ മുന്നോട്ട് ചെയ്യുകയാണ് വേണ്ടത്. സാധാരണ ഒരു നെഞ്ചുവേദന നമ്മൾ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ECG കാണുന്നു, പേഷ്യൻ്റെ വൈറ്റൽസ് കാര്യങ്ങളൊക്കെ നോക്കുന്നു. അങ്ങനെ നോക്കി ECGയിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നു. ഇതിന് ECGയിൽ പലപ്പോഴും ആദ്യത്തെ ECGയിലോ അല്ലെങ്കിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിഞ്ഞിട്ടുള്ള ECGയിൽ പോലും പല വ്യത്യാസങ്ങളും ECGയിൽ അപ്പം തന്നെ കാണണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അമേരിക്കൻ കാർഡിയക് അസോസിയേഷൻ്റെ ഗൈഡ് ലൈനിൽ നെഞ്ചുവേദന വന്ന് മീൻസ് കാർഡിയക് ടൈപ്പ് ഓഫ് നെഞ്ചുവേദനയാണെങ്കിൽ അത് മിനിമം 24 hour ഒബ്സർവേഷൻ ചെയ്തിട്ട് വേണം പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഗൈഡ് ലൈൻസ്. പിന്നെ ഷുഗറുള്ള പേഷ്യൻസ്, പ്രായം കൂടുതലുള്ള പേഷ്യൻസ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ കൂടുതൽ, ഈ ലങ്സിൻ്റെ പ്രോബ്ലം, അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ പക്കാ നെഞ്ചുവേദനയായിട്ട് ചിലപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ വേദനയായിട്ട് തോന്നണമെന്നില്ല. അവർക്കൊരു അകാരണമായ ഒരു ക്ഷീണം, അല്ലെങ്കിൽ അകാരണമായ ഒരു നടക്കുമ്പോൾ ഉള്ള കിതപ്പ്, പെട്ടെന്നുണ്ടായത്, അതായത് ഒരു കാരണവും ഇല്ലാണ്ട് പെട്ടെന്നുണ്ടായ ഒരു ക്ഷീണം വരൽ, നടക്കുമ്പോൾ കിതപ്പ്, ശ്വാസം മുട്ടുക, അപ്പോൾ മുമ്പ് ബുദ്ധിമുട്ടില്ലാണ്ട് നടന്നിരുന്നത് ആയാസപ്പെട്ട് ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ വരിക. പിന്നെ വേദന തീരെ ഇല്ലാണ്ടും സൈലൻ്റ് അറ്റാക്കായിട്ടും ഡയബറ്റീസ് എന്ന് പറഞ്ഞ അസുഖത്തിൽ, അതായത് കൺട്രോളല്ലാത്ത ഡയബറ്റീസ്, അല്ലെങ്കിൽ കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഡയബറ്റീസിലൊക്കെ ഈ പ്രശ്നങ്ങൾ കാണാം. അപ്പം ഞാൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നെഞ്ചുവേദനയോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള അകാരണമായ ഒരു കിതപ്പോ അല്ലെങ്കിൽ ക്ഷീണം, ഭയങ്കരമായി വിയർക്കുക, ഒരു കാരണമില്ലാണ്ട് വിയർക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു സിംറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നാളെ നോക്കാം, മറ്റന്നാൾ നോക്കാം, എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ നോക്കാം, അങ്ങനെ ഒരു ഇതില്ലാണ്ട് നമ്മൾ അടുത്തുള്ള ഒരു ECGയിൽ, ഏറ്റവും അടുത്തുള്ളൊരു ആശുപത്രിയിൽ പോയി ഒരു ECG എടുത്ത് ആ ഡോക്ടറെ കണ്ട് കുഴപ്പമില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷമേ തിരിച്ചു വരാവൂ. പിന്നെ ചിലപ്പോൾ അപ്പോൾ തന്നെ കാർഡിയോളജിസ്റ്റ് ഉണ്ടാവണമെന്നില്ല. പക്ഷേ ECGയിൽ എന്തെങ്കിലും വ്യത്യാസമോ കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സീനിയർ ഡോക്ടറിനെയോ അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റിനെയോ എന്തായാലും വിളിച്ച് കാണിച്ചിട്ടേ അവർ പറഞ്ഞു വിടുകയുള്ളൂ.
പിന്നെ ഏജ് കൂടുന്തോറും ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. ഡയബറ്റീസ് ഇതിന് ആകെയുള്ളൊരു മാർഗം, പ്രിവെൻറ്റ് ചെയ്യാനുള്ള ആകെയുള്ളൊരു മാർഗം എന്നാന്ന് വെച്ചാൽ പ്രഷർ കൺട്രോൾ ചെയ്യുക. ഷുഗർ ഉണ്ടെങ്കിൽ ഷുഗർ കൺട്രോൾ ചെയ്യുക. അത് ഒരു 6 മാസമോ അല്ലെങ്കിൽ 1 കൊല്ലത്തിലെങ്കിലും HbA1c കാര്യങ്ങളോ നോക്കി അത് കൺട്രോളിലാണെന്ന് ഉറപ്പ് വരുത്തുക. കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ ഞാൻ കണ്ടുവരുന്ന ഒരു പ്രവണത എന്നാന്ന് വെച്ചാൽ കൊളസ്ട്രോളും നോക്കും, 1 മാസം 1.5 മാസം മരുന്ന് കഴിക്കും, കൊളസ്ട്രോളൊന്നും കൂടി നോക്കും, നോർമലായെന്ന് ഡോക്ടർ പറയും. പിന്നെ ഡോക്ടർ കൊടുക്കുന്ന മരുന്ന് നോർമലായ എനിക്ക് ആവശ്യമില്ല, പലപ്പോഴും അത് കഴിക്കില്ല. ഇനി എന്താണ് ഹാർട്ട് അറ്റാക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ്? എന്താണ് നിങ്ങൾ ആശുപത്രിയിൽ ചെന്നാൽ ഏറ്റവും എന്താണ് ചെയ്യുന്നത്? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു ആൻറ്റിപ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ മരുന്നുകൾ കൊടുക്കണം. വന്ന വഴിക്ക് ഒരു നെഞ്ഞുവേദന എന്ന് പറഞ്ഞു വരുന്ന പേഷ്യൻറ്റിന് ആദ്യം ഒരു ECG എടുക്കണേക്കാളും മുമ്പ് വരെ ലോഡിംഗ് ഡോസ് കൊടുക്കും. അതായത് ആസ്പിരിൻ, ക്ലോപ്പിഡോഗ്രൽ, അല്ലെങ്കിൽ ടിക്കാഗ്രോൾ, അല്ലെങ്കിൽ റൂസുവാസ്റ്റാറ്റിൻ. ഇപ്പോൾ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുത്തതിന് ശേഷം നമ്മൾ ECGയും എക്കോയും അതുപോലെ സംശയമുണ്ടെങ്കിൽ ട്രോപ്പോണിൻ എന്ന് പറഞ്ഞ ടെസ്റ്റും ചെയ്തു നോക്കുന്നു. അത് ചെയ്തു നോക്കിയിട്ട് ഇതിൽ സിംറ്റംസ് ഉണ്ട്, ECGയിൽ വ്യത്യാസമുണ്ട്, പിന്നെ ട്രോപ്പൈ പോസിറ്റീവാണ്. എല്ലാതും പോസിറ്റീവ് ആവണമെന്നില്ല, 2-3 2 കാര്യങ്ങൾ ഉണ്ടായാൽ മതി. അങ്ങനെയാണെങ്കിൽ പേഷ്യൻറ്റിൻ്റെ എക്കോ കാർഡിയോഗ്രാം നോക്കി, അതായത് പമ്പിങ്ങിൻ്റെ കുറവുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗം അനങ്ങാതിരിക്കുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ ഹാർട്ട് അറ്റാക്ക്, ഒരു മയോകാർഡിയൽ ഇൻഫാക്ഷൻ്റെ സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു ആൻജിയോഗ്രാം ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. ആൻജിയോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഹാർട്ടിന് 3 രക്തക്കുഴലുകളുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഒരു വലിയ രക്തക്കുഴലിൽ നിന്ന് 2ആയിട്ട് തിരിയുന്നു. റൈറ്റ് സൈഡിലും റൈറ്റ് കൊറോണറി ആർട്ടറി എന്ന് പറഞ്ഞിട്ടുള്ള ഹാർട്ട്. ഇത് നമ്മൾ ഒരു കുഴൽ ഉപയോഗിച്ച് കയ്യിൽ ഒരു പഞ്ചർ ചെയ്ത്, അതായത് ഒരു സൂചി വെച്ച് ഒരു നൂല് കടത്തി അതിൻ്റെ മുകളിൽ കൂടെ ഒരു കുഴൽ കടത്തി ഹാർട്ടിൻ്റെ അവിടെ പോയി ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയിലും റൈറ്റ് കൊറോണറി ആർട്ടറിയിലും നമ്മൾ ആൻജിയോഗ്രാം ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കുന്നു. നമ്മൾ ചെയ്യുന്നത് കോൺട്രാസ്റ്റ് കടത്തി വിട്ടിട്ട് ആ കോൺട്രാസ്റ്റിന് നമ്മൾ കാത്ത് ലാബ് മെഷീനിലേക്കൂടെ വരുന്ന അയണൈസിങ് റേഡിയേഷൻ വെച്ച് നമ്മൾ ഫോട്ടോ എടുത്ത് അത് നമുക്ക് വീഡിയോ ആയിട്ട് കാണാവുന്ന രീതിയിലാക്കിയിട്ടാണ് നമ്മളിതിൽ ബ്ലോക്കുകൾ കണ്ടെത്തുന്നത്. അപ്പം അത് കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സിഗ്നിഫിക്കൻ്റായ ബ്ലോക്ക് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എമർജൻസി ആയിട്ട് ബ്ലോക്ക് മാറ്റേണ്ടതാണെങ്കിൽ ഈ ആൻജിയോഗ്രാം ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ബ്ലോക്ക് മാറ്റാനുള്ള സംവിധാനമുണ്ട്. ബ്ലോക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ ബ്ലോക്ക് ആ രക്തക്കുഴലിലേക്ക് ഒരു നൂല് കടത്തിവിട്ട് ആ നൂലിൻ്റെ മുകളിൽ കൂടെ ഒരു ബലൂൺ വെച്ച് ആ ഭാഗത്തെ കാൽസ്യവും കാര്യങ്ങളൊക്കെ പ്രഷറിൽ ബലൂൺ വീർപ്പിച്ച് അതൊക്കെ പൊടിച്ച് ബ്ലോക്ക് മാറ്റുന്നു. അതാണ് സാധാരണത്തെ ആൻജിയോപ്ലാസ്റ്റി. അത് കഴിഞ്ഞ് അത് ബലൂൺ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയും. പക്ഷേ ബലൂൺ ആൻജിയോപ്ലാസ്റ്റി മാത്രം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും കട്ട പിടിക്കാനും അത് ബ്ലോക്ക് വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ബലൂണിൽ കൂടെ ഒരു സ്റ്റെൻറ്റും കൂടി കടത്തി വെച്ചിട്ട് ഒരു റിങ് മാതിരി ഹാർട്ടിൻ്റെ വെസലിൻ്റെ ഉള്ളിൽ അടയാണ്ടിരിക്കാൻ അത് അമർത്തി പിടിക്കുന്നു, വിടർത്തി വയ്ക്കുന്നു. അപ്പോൾ അങ്ങനെയാവുമ്പോൾ പിന്നെ രക്തോട്ടം ഉണ്ടാവില്ല. അപ്പം ഇത് ഈ സ്റ്റെൻ്റ് ഇടുന്നത് മാത്രമോ അല്ലെങ്കിൽ ആൻജിയോഗ്രാം ചെയ്യുന്നത് മാത്രമോ അല്ല ഹാർട്ട് അറ്റാക്കിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാലും ഇനിയും നിങ്ങൾക്ക് പേഷ്യൻസിന് ഇനിയൊരു ബുദ്ധിമുട്ട് വരാണ്ടിരിക്കാൻ ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഒപ്റ്റിമൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റാണ്. അതായത് നിങ്ങൾക്ക് തരുന്ന മരുന്നുകൾ കൃത്യതയോടുകൂടി കൃത്യസമയത്ത് കഴിക്കണം എന്നുള്ളത് അത്യാവശ്യം.
എന്നെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ പ്രൊഫസർ പറയുന്നത്, നിങ്ങൾ അറ്റാക്ക് കഴിഞ്ഞ് വന്നു, ഇന്നിപ്പോൾ എങ്ങനെയാണ് നടക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും 1 മിനിറ്റ് 2 മിനിറ്റ് കൂട്ടി നടന്നോളൂ. ഒരു സമയത്ത് അങ്ങനെ കൂട്ടി ഒരു 40-45 മിനിറ്റ് ആകുമ്പോഴേക്കും ഒരു 40 ദിവസം ആകുമ്പോഴേക്കും ഒരു 40-45 മിനിറ്റ് നടക്കാൻ പറ്റുന്ന രീതിയിൽ നടക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കയറ്റം കയറിയ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യാം. നമുക്ക് റെസ്റ്റ് വേണം, പക്ഷേ അതനുസരിച്ച് തീരെ ആനങ്ങാണ്ട് ഒരു വശത്ത് കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അത് പമ്പിങ്ങിൻ്റെ കുറവുള്ളവർക്കാണ് റെസ്റ്റ് കൂടുതൽ വേണ്ടത്. അപ്പോൾ പിന്നെ ദുശീലങ്ങൾ, അതായത് പുകവലി, മറ്റേ നിക്കോട്ടിൻ, പുകയില അടങ്ങിയ സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യണം. ഇനി വരാണ്ടിരിക്കാൻ മരുന്നുകളുടെ പോലെ ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത സാധനങ്ങളും ഉപയോഗിക്കാണ്ടിരിക്കണം. അതാണ് അതിൻ്റെ മെയിൻ കാര്യങ്ങൾ. ചെസ്റ്റ് പെയിനോടൊപ്പമുള്ള വേദനയെക്കുറിച്ച് ഇന്നത്തെ വിശദമായ ചർച്ച നമ്മുടെ സജീവ ജീവിതശൈലിയിൽ പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഡോക്ടർ ജീൻ CP നൽകിയ ഉപദേശങ്ങൾ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുമെന്ന് ഉറപ്പുണ്ട്. നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ വസ്തുതകളോടൊപ്പം ഒരു വിദഗ്ധനെ സമീപിക്കുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ആരോഗ്യ വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.